2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ ആര് നയിക്കണം, പാർട്ടിക്കും മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. വി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, കെ വേണുഗോപാലുണ്ട്. ഇനി ഇവർക്ക് ആർക്കും താല്പര്യമില്ലെങ്കിൽ, സൗകര്യമില്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, സുധാകരൻ എന്തിനും തയ്യാറായി നിൽപ്പുണ്ട്. ഇങ്ങനെ പല യോഗ്യന്മാരും അവിടെ സ്വന്തം പേര് അവനവൻ തന്നെ പറയും, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അതിന് യാതൊരു പ്രസക്തിയുമില്ല. പാർട്ടിയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും എന്ന കാര്യം മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവും സംസ്ഥാന പ്രസിഡൻറ്റുമായിരിക്കുന്ന പാണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച എന്ന ഒരു സാംസ്കാരിക പരിപാടിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രപരമായി ഈ പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പോൾ തങ്ങൾ പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടിയായിരിക്കും നയിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുട്ടിക്കും അറിയാം, തങ്ങൾക്കും അറിയാം. പക്ഷേ ആ പ്രഖ്യാപനത്തിന് ഒരു ചാതുര്യം, അതിനൊരു ചമൽക്കാരം വേറൊന്നാണ്. മുസ്ലിം ലീഗിന് ഏത് നിലയ്ക്കും അർഹതപ്പെട്ടതാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് തങ്ങൾ പറഞ്ഞു. തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, കോൺഗ്രസ്സുകാർ സമ്മതിക്കുമെങ്കിൽ, കോൺഗ്രസ്സുകാർ ത്യാഗത്തിൻ്റെ സന്നദ്ധമാകുമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനും ലീഗ് തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പാർട്ടിയുടെ നോമിനിയും കുഞ്ഞാപ്പ തന്നെയാണ്. അത് തങ്ങൾ പറഞ്ഞത് വളരെ ഉചിതമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ കാലാകാലങ്ങളിൽ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള പാർട്ടിയാണ്. അത് പണ്ട് മുതലേ തുടങ്ങിയതാണ്, ഇന്നലെ തുടങ്ങിയതല്ല. 1954 കോൺഗ്രസ്സിനായിരുന്നു കൂടുതൽ MLA-മാരെങ്കിൽ പോലും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നത് നമ്മുടെ പനമ്പള്ളി ഗോവിന്ദമേനല്ല, പട്ടം താണുപിള്ളിയാണ്. പട്ടം താണുപിള്ളിക്ക് വേണ്ടിയിട്ട് പനമ്പള്ളിയും കോൺഗ്രസും താൽക്കാലികമായിട്ടൊരു ത്യാഗം സഹിച്ചു. പനമ്പള്ളി പിന്നെ ആൾ ബിരുദനായിരുന്നുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പട്ടത്തിനെ തള്ളിപ്പുറത്താക്കിയിട്ട് പുള്ളി തന്നെ മുഖ്യമന്ത്രിയായി. അത് 54 കഥ. 1960 ഇത് വേറൊരു രീതിയിൽ ആവർത്തിച്ചു. അവിടെ കോൺഗ്രസ്സിന് ഏതാണ്ട് ഭൂരിപക്ഷത്തോളം അടുത്ത് സീറ്റുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേവലം ഭൂരിപക്ഷത്തോളം സീറ്റുകളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും പാർട്ടി ത്യാഗം സഹിച്ചു. സീനിയർ നേതാക്കന്മാരായ ആർ ശങ്കറും PT ചാക്കോയും മാറിയിരുന്നു. കുറവ് MLA-മാരുള്ള പട്ടത്തിൻ്റെ PSPക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അങ്ങനെ പട്ടം താണുള്ള കേരളത്തിലും മുഖ്യമന്ത്രിയായി. അങ്ങനെയാണ് പട്ടം മൂന്നാമതും മുഖ്യമന്ത്രിയായത്. ആദ്യം തിരുവിതാംകൂർ മുഖ്യമന്ത്രിയായി, പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി, ഒടുവിൽ കേരള മുഖ്യമന്ത്രിയുമായി. ഈ 2 തവണയും അദ്ദേഹം ത്യാഗത്തിൻ്റെ ബലത്തിലാണ് മുഖ്യമന്ത്രിയായത്. പിന്നീടും ത്യാഗം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. 1970 CPI-യേക്കാൾ കൂടുതൽ MLA-മാർ കോൺഗ്രസ്സിനായിരുന്നു. എന്നിട്ട് പോലും കരുണാകരൻ മുഖ്യമന്ത്രി ആകണ്ട, അച്യുതമേനോൻ മുഖ്യമന്ത്രി ആകട്ടെ എന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. അങ്ങനെയാണ് അച്യുതമേനോൻ കേരളത്തിൽ മുഖ്യമന്ത്രി, രണ്ടാമത് മുഖ്യമന്ത്രി ആയതും 5 കൊല്ലത്തിലധികം തികച്ച് ഭരിച്ചു. പിന്നീട് ഏതാണ്ട് PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് CPI-ക്ക് ആന്റണി കോൺഗ്രസിനേക്കാളും ഒരു MLA മറ്റേ കൂടുതലുണ്ടായിരുന്നു. എങ്കിൽ പോലും കോൺഗ്രസ് പിന്നെയും ത്യാഗം സഹിച്ചു. അങ്ങനെ PKV മുഖ്യമന്ത്രിയായി. CH മുഹമ്മദ് കോയ തന്നെയും മുഖ്യമന്ത്രിയായത് ഇതുപോലെയാണ്. അന്ന് പിന്നെ ഇഷ്ടദാന ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് CHനെ മുഖ്യമന്ത്രിയാക്കിയത്. എങ്കിൽ പോലും കൂടുതൽ MLA-മാർ കോൺഗ്രസ്സിനായിരുന്നു. കേരള കോൺഗ്രസും ഒക്കെ പുറത്തു നിന്ന് പിന്തുണച്ചു. അങ്ങനെ CH കേരളത്തിൽ മുഖ്യമന്ത്രിയായി. 51 ദിവസം മന്ത്രിസഭ നിലനിന്നുള്ളെങ്കിൽ പോലും CH മുഹമ്മദ് കോയയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയത് കരുണാകരൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ ത്യാഗ നിർഭരമായ ഒരു രാഷ്ട്രീയ ജീവിതമാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതപര്യന്തം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും കോൺഗ്രസ് വലിയ വലിയ ത്യാഗങ്ങൾക്കൊക്കെ തയ്യാറാണ്. KM മാണി മുന്നണി വിട്ടുപോയപ്പോൾ കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ച പ്രകാരമാണ് ത്യാഗം ചെയ്ത് രാജ്യസഭാ സീറ്റ് കൊടുത്ത് ജോസ് കെ മാണിയെ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയച്ച് വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ വിട്ടുപോയി, അത് വേറെ കാര്യം. അതുപോലെ ഉമ്മൻചാണ്ടിയുമായിട്ട് വഴക്കടിച്ച് മുരളീധരൻ DIC-K ഉണ്ടാക്കിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അവരെ സ്വീകരിക്കാൻ പറ്റാതെ വന്നു. വീണ്ടും രാഷ്ട്രീയമായ അനാഥാവസ്ഥയിലായി തീർന്ന മുരളീധരനെയും DIC-യും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പ്രകാരമാണ് കോൺഗ്രസ് ത്യാഗം ചെയ്ത് വീണ്ടും UDF-ൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല എന്നുള്ള വേറെ കാര്യം. അങ്ങനെ കാലാകാലങ്ങളിൽ ത്യാഗം ചെയ്യാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ മടി കാണിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഏത് ക്വിസ് കോമ്പറ്റീഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ധൈര്യസമേതം എഴുന്നേറ്റ് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. കാരണം അത്രയും ത്യാഗനിർഭരമായ, ത്യാഗഭൂയിഷ്ടമായ ഒരു ജീവിതം വേറെ ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ കോൺഗ്രസ് വേണമെങ്കിൽ ഒരു ത്യാഗം കൂടി ചെയ്യാവുന്ന അവസ്ഥയിലാണ്. വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, കെ സുധാകരനുണ്ട്, മറ്റു പലരുമുണ്ട്. പക്ഷേ ഇവരൊക്കെ മാറ്റി നിർത്തിയിട്ട് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ എന്ന ആരാധകർ വിളിക്കുന്ന പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകട്ടെ എന്നിവർ തീരുമാനിച്ചാൽ അതിനേക്കാൾ വലിയ ത്യാഗം കേരളത്തിൽ പിന്നെ എന്തുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാലോചിച്ചാൽ കുഞ്ഞാലിക്കുട്ടിക്കാണ് കൂടുതൽ അർഹത. അത് ഞാൻ തീർച്ചയായിട്ടും അടിവരയിട്ട് പറയും. കാരണം രമേശ് ചെന്നിത്തല ആദ്യം എം എൽ എ ആവുന്ന 1982-ലാണ്, കുഞ്ഞാലിക്കുട്ടി 80-ലാണ്. സതീശനാണെങ്കിൽ 2001-ലാണ്. 2001 തെരഞ്ഞെടുപ്പിലാണ് വി ഡി സതീശൻ ആദ്യമായിട്ട് പറവൂരിൽ നിന്ന് ജയിക്കുന്നത്. പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്ഥിരമായിട്ട് ജയിച്ചു. കുഞ്ഞാലിക്കുട്ടിയുടെ അത്ര പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇന്നിപ്പോൾ യു ഡി എഫിലില്ല. അതുപോലെ തന്നെ നമ്മുടെ അത്രയും ഭരണപരിചയമുള്ള ഒരാളുമില്ല. അദ്ദേഹം നിരവധി വർഷം വ്യവസായ മന്ത്രിയായിട്ട് പ്രശോഭിച്ച ആളാണ്. ഏത് നിലക്കും ഭരണപരിചയമുള്ളതും അതുപോലെ നിയമസഭാ പരിചയമുള്ളതും സീനിയറായിട്ടുള്ളതും കുഞ്ഞാലിക്കുട്ടിയാണ്. ചെന്നിത്തലയും സതീശനും ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഒരു 2 കൊല്ലമോ അല്ലെങ്കിൽ 3 കൊല്ലമൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കട്ടെ, പറ്റുമെങ്കിൽ 5 കൊല്ലവും തികച്ച് ഭരിക്കേണ്ടത് എല്ലാ കേരളീയരുടെയും ആവശ്യമാണ്. മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. ഒരു സമയത്ത് KPCC പ്രസിഡന്റിനെ തീരുമാനിച്ചിരുന്നത്, CLP ലീഡറെ തീരുമാനിച്ചു എന്നൊക്കെ പാണക്കാട്ടുന്നായിരുന്നു. ഇനിയും അതൊക്കെ ചെയ്യാൻ മടിക്കാത്തവരാണ്. 5ാം മന്ത്രിയെ പ്രഖ്യാപിച്ചത് അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാണക്കാട് തങ്ങൾ മന്ത്രിമാർ മാത്രമല്ല അവരുടെ വകുപ്പ് കൂടി തീരുമാനിച്ചു. വകുപ്പ് തീരുമാനിക്കാമല്ല, പുള്ളി ആ വകുപ്പ് പ്രഖ്യാപിക്കാൻ കൂടി ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി ആയിരിക്കണം, ആ പാർട്ടിയിൽ നിന്നായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ അല്ലാതെയും ആകാം എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ കോൺഗ്രസിനേക്കാളും കെട്ടുറപ്പുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഭരണപരിചയമുള്ള, നിയമസഭാ പരിചയമുള്ള, എന്തിനും പോകുന്ന ഒരു നേതാവാണ് കുഞ്ഞാപ്പ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ബലമായ വിശ്വാസം കോൺഗ്രസ് പാർട്ടിയും മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വം അംഗീകരിക്കും. അടുത്ത ഘട്ടത്തിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തന്നെ മുസ്ലിം ലീഗിൽ ലയിപ്പിക്കാനും മടിക്കുകയില്ല. അങ്ങനെ ഈ രാജ്യത്ത് മതേതരത്വവും മതസൗഹാർദ്ദവും അതുപോലെ നവോത്ഥാന മൂല്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തും എന്നാണ്. ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വിജയാശംസകൾ നേരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ സ്നേഹമുള്ള, അടുപ്പമുള്ള, ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനും അതുപോലെ തന്നെ എന്നോട് വലിയ സ്നേഹവും വാത്സല്യവുമാണ് ഉള്ളത്. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന ഒരു മന്ത്രിസഭ 2026 മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യം അധികാരം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വി ഡി സതീശനും ഒന്നും എന്നോട് പ്രത്യേകിച്ചൊരു വിരോധം തോന്നുകയില്ല എന്നുകൂടി വിശ്വസിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.